നമ്മൾ പെന്തക്കോസ്ത മഹോത്സവ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയും പെന്തക്കോസ്ത തിരുനാളിന് ശേഷം അനുഭവത്തിൽ സഭ വളരുകയും ചെയ്യുന്ന ഒരു വലിയ കാലമാണ്. എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ കാലയളവിൽ ഏതാണ്ട് 86 മുതൽ മറ്റൊരു കാലത്തും ഇല്ലാത്ത രീതിയിൽ കേരള സഭ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വളരെയേറെ ജാഗ്രത ഉള്ളൊരു സഭയായി മാറിയായിരുന്നു. അത് വലിയൊരു അനുഗ്രഹമാണ്. സെമിനാരിലൊക്കെ പഠിക്കുന്ന കാലത്ത് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള റെഫറൻസ് 10% തിയോളജിയിൽ പഠിക്കുമ്പോഴും ഈ 10% പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള റെഫറൻസ് എങ്കിൽ നമ്മൾ ആ പട്ടമേറ്റ് പ്രേക്ഷിത വയലിൽ വരുമ്പോൾ ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പൊതുസഭയുടെ അവബോധം ഏതാണ്ട് 90% കണ്ട് പെട്ടെന്ന് വളർന്ന് ഈ ഒരു അവബോധമാണ് ഇപ്പോൾ 8ാം ബിബ്ലിക്കൽ കരിസ്മാറ്റിക് കൺവെൻഷൻ ഒരുപക്ഷെ KST നടത്തിയ NST നടത്തിയ കൺവെൻഷനിൽ ഏറ്റവും മനസ്സിൽ മായാതെ നിൽക്കുന്നത് 8ാമത്തെ നാഷണൽ കൺവെൻഷനാണ്. ലോകവ്യാപകമായ രീതിയിൽ ദേശീയ അന്തർദേശീയ തലങ്ങളിലും മലയാളികളെല്ലാവരെയും പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടി ഒരുക്കിയ അതിൻ്റെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള കോർ കമ്മിറ്റിക്ക് താഴെയുള്ള 3 പേരടങ്ങുന്ന കൊച്ചു ഗ്രൂപ്പുകൾ തൊട്ട് വലിയ ഗ്രൂപ്പുകൾ വരെ നിരന്തരം മധ്യസ്ഥ പ്രാർത്ഥനയും സ്റ്റഡി ക്ലാസ്സുകളും കിട്ടി വളർന്നു വന്ന ഒരു നാഷണൽ കൺവെൻഷനാണ്. അപ്പം അതിൻ്റെ കാശുരൂപമൊക്കെ അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ആത്മാവിൻ്റെ പറന്നിറങ്ങണ പരിശുദ്ധാത്മാവിൻ്റെ ആകൃതിയിലാണ് അതിൻ്റെ മെഡലുകൾ പോലും സപ്ലൈ ചെയ്തിരുന്നത്. അത്രയ്ക്കും കോൺഷ്യസ് ആയിരുന്നു. സഭ എല്ലാ തരത്തിലുള്ള വിഷമതകളിലുമൊക്കെ കടന്നു പോകും എന്ന് ഈശോ പറഞ്ഞതിന് ശേഷമാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഈശോ സംസാരിക്കാൻ തുടങ്ങിയത്. ബൈബിളിലെ ഒരു രീതിയാണത്. നിങ്ങളെല്ലാവരും എന്നെ ഏകനായി വിട്ടുപോകുന്ന കാലം വരും. അതുപോലെ തന്നെ ഈശോ ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 16:28 വായിക്കുമ്പോൾ ഈശോ തന്നെ സഭയെ വിട്ടുപോകുന്ന ഒരു കാലമാണ്. അതിൻ്റെ ആ കാല ദശാസന്ധി ഉണ്ടാകും. അതാണ് 16:28 പറയണത്. എന്താ പറയണത്? ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നു, ഇപ്പോൾ വീണ്ടും ലോകത്തെ വിട്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. അപ്പം ഈശോ നമ്മളെ വിട്ട് പോകുന്ന ഒരു അവസ്ഥ, അത് ആധ്യാത്മികതയുടെ ഒരു പ്രത്യേക ഘട്ടമാണിത്. കർത്താവ് വിട്ടുപോകുന്നു തോന്നുന്ന അവസ്ഥ. നമുക്കൊരു തീരുമാനം എടുക്കാൻ വൈകുന്നു. പല തീരുമാനത്തെക്കുറിച്ച് നമുക്ക് അംബിഗ്വസായി മാറുന്നു. വാട്ട് ടു ഡു, വാട്ട് ഈസ് റൈറ്റ് എന്നറിയാൻ പാടില്ലാതെ വരും. അങ്ങനെ വരുന്ന ഒരു അവസ്ഥയിൽ ഈശോ പറഞ്ഞത്, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല. 16:16 വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഡാർക്ക് ടൈം ഉണ്ടാകും. എല്ലാവരുടെയും ജീവിതത്തിനും ഡാർക്ക് ടൈം ഉണ്ടാകും. മേ ബി ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോൾ എന്നൊക്കെ യോഹന്നാൻ ക്രൂസൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ഡാർക്ക് ടൈം. പക്ഷേ ഈ ഡാർക്ക് ടൈം യോഹന്നാൻ ക്രൂസിനേക്കാളും രൂക്ഷമായിട്ടാണ് സാധാരണ മനുഷ്യർ പോലും അനുഭവിക്കുന്നത്. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങളെന്നെ കാണുകയില്ല
വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. അപ്പോൾ ഈ കാണാത്ത സമയത്ത് എന്ത് സംഭവിക്കും? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും. പല വിഷയങ്ങളിൽ നമ്മൾ കരയും. പല വിഷയങ്ങളിൽ നമ്മൾ കണ്ണീരില്ലാത്ത വിലാപം അന്തരാളങ്ങളിൽ നിന്ന് ഉയരും. ഇതൊക്കെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ സമയങ്ങളാണ് ശരിക്കും. അതുകൊണ്ട് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേ ഇതിൻ്റെ ഈ വരികൾക്കിടയിലാണ് ഈശോ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നത്. അതായത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചില കാലാവസ്ഥകളെക്കുറിച്ച് പറയും. അപ്പോൾ ഈശോ അരുളി ചെയ്തിരുന്ന ഉയർത്തെഴുന്നേറ്റ് പ്രവചിക്കപ്പെട്ടതുപോലെ പിതാവിന് വലതുഭാഗത്തേക്ക് വരും. ഉപവിഷ്ടനാകുമ്പോഴും ഈശോ നമ്മളെ ഏകനായി വിട്ടുപോകത്തില്ല. ഞാൻ നിങ്ങളെ അനാഥരായി, നമ്മൾ 14:18 വായിക്കുമ്പോഴേ യോഹന്നാൻ്റെ സുവിശേഷം, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരൂ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് കർത്താവ് അവിടെ വെച്ചും ടെസ്റ്റ് ചെയ്ത് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയണ കേൾക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സഭ എക്വിപ്ഡ് ആകേണ്ടത് പരിശുദ്ധാത്മാവിലാണ്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എന്തുമാത്രം കോൺഷ്യസ് ഒരു വ്യക്തിക്കുണ്ടോ അത്രേ ആ വ്യക്തികളെല്ലാം ഈ ഇരുട്ട് തക്കങ്ങളെ അതിജീവിക്കണ കാണാം. എന്താ കാര്യം? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ളത് കൊണ്ടാണ്. നിർഭാഗ്യവശാൽ ഇപ്പം ഞാൻ തന്നെ ചില സമയത്ത് ഓർക്കുകയെ, ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു പോയിട്ടുള്ള ആൾക്കാരെ സമയം കിട്ടുമ്പോഴൊക്കെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കും. ചില സമയത്ത് ഉടമ്പടി പുതുക്കാൻ വരും. അപ്പോൾ ബൈ ചാൻസായിട്ട് എന്നെ കാണാൻ ഇടയാകും. അപ്പം ഞാൻ അവരോട് അവരുടെ കാര്യങ്ങൾ കൗൺസിലിങ്ങിൽ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അവരോട് ചോദിക്കും. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം വന്നതാണ്, പിന്നീട് അവർ വിദേശത്ത് പോയിട്ട് ഇപ്പോൾ ഈ കൊല്ലം തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ ഉടനെ അവരോട് ചോദിക്കും, ഗ്രീൻ കാർഡിൻ്റെ കാര്യം എന്തായി? ഉടമ്പടിയിൽ ഉണ്ടായിരുന്നല്ലോ, കിട്ടിയോ എന്നൊക്കെ ചോദിക്കും. അത് കിട്ടിയെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചോദിക്കും, മക്കൾ എവിടെയാണ്? മക്കളെ കൂടെയുണ്ടോ അതോ കൊണ്ടുപോകണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവർ പറയും, അച്ഛാ പ്രാർത്ഥിക്കണം, മക്കളെ കൊണ്ടുപോകാൻ, മക്കളുടെ കാര്യങ്ങളൊന്നും ആയിട്ടില്ലെന്ന് പറയും. അപ്പോൾ ഞാൻ വാസ്തവത്തിൽ അവിടുത്തെ നിലനിൽപ്പിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ ഇതൊരു നോൺസെൻസ് ആണെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് കിട്ടിയ ഒരു ഉൾക്കാഴ്ച. ഒരു മനുഷ്യൻ്റെ ഭൗതിക വിഷയങ്ങളെക്കുറിച്ച് ഇടയൻ സംസാരിക്കുന്ന ഒരു നോൺസെൻസാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, അപ്പോസ്തലൻ, പ്രത്യേകിച്ച് നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ, നമ്മുടെ ഈ 19-ാം അധ്യായമില്ലേ നടപടി പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനങ്ങൾ, 2-ാമത്തെ വചനം പ്രത്യേകിച്ച് വായിക്കുമ്പോൾ ഈ വിശുദ്ധ പൗലോസ് എഫേസോസ് സഭയിലൂടെ ഉൾപ്രദേശങ്ങളിലൂടെയെല്ലാം കറങ്ങി എഫേസോസിൽ എത്തിച്ചേരണ ഒരു ഭാഗമുണ്ട്. അപ്പോഴൊരു 10-12 വിശ്വാസികൾ, ജ്ഞാനസ്നാനം സ്വീകരിച്ച വിശ്വാസികൾ ഈ പൗലോസിനെ സ്വീകരിക്കാൻ വേണ്ടി ചെന്ന് കഴിയുമ്പോൾ പൗലോസ് ഇവരുടെ മുഖത്തിട്ട് നോക്കിയിട്ട് ചോദിക്കും, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടില്ലല്ലേ എന്ന് ചോദിക്കും. നിങ്ങൾ അതായത് ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടുള്ള വിശ്വാസികളാണ്, അവരാണ് ഈ പൗലോസിനെ സ്വീകരിക്കണത്. പക്ഷേ ഇവരെ സ്വീകരിച്ചു കഴിഞ്ഞ പൗലോസപ്പം ചോദിക്കണത്, എങ്ങനെയാണ് ഈ നാട്ടിൽ പട്ടിണിയുണ്ടോ? ഈ നാട്ടിൽ കടൽ കയറിയോ? കടൽ കയറിയപ്പോൾ നിങ്ങൾ എവിടെ പോയി ഇരുന്നു? സർക്കാരിൻ്റെ കിറ്റ് കൃത്യമായിട്ട് കിട്ടിയോ? ഇങ്ങനെ ഭൗതികമായ എത്ര ചോദ്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. പക്ഷേ ഈ ചോദ്യങ്ങൾ ബേസിക്കായിട്ട് അപ്പോസ്തലൻ, അത് പഞ്ചായത്ത് പ്രസിഡൻറ്റും അങ്ങനെയുള്ള ആൾക്കാരും
ഭൗതികമായ കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയവർ ആദ്യം ആ ചോദ്യമാണ് ചോദിക്കേണ്ടത്. അപ്പോസ്തലൻ ചോദിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അപ്പോസ്തലൻ ആകുലപ്പെടേണ്ടത് വെദർ ദ ഹാവ് റിസീവ്ഡ് ഹോളി സ്പിരിറ്റ് ഓർ നോട്ട്. അവിടെയാണ് ഈ വ്യത്യാസം വന്നിരിക്കുന്നത്. സഭ അടിസ്ഥാനപരമായിട്ട് ആകുലപ്പെടേണ്ടത് അവരുടെ ഭൗതിക വിദ്യാഭ്യാസത്തെക്കുറിച്ചല്ല. നിർഭാഗ്യവശാൽ ഊന്നലുകൾ മാറി വന്നപ്പോൾ പലപ്പോഴും നമ്മൾ ലക്ഷ്യം പലപ്പോഴും തെറ്റിയിട്ടുണ്ട്. അതിൻ്റെ കാരണം ബാക്കിയെല്ലാം ചേർത്ത് നൽകപ്പെടുന്നതാണ്. ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് ഒരു വിശ്വാസി അന്വേഷിച്ച് കഴിയുമ്പോൾ ബാക്കിയെല്ലാം അതിന് ദൈവം തന്നെ ചേർത്ത് നൽകുന്നതാണ്. ഞാനിപ്പോഴും ഓർക്കിയിരുന്ന് എന്തുമാത്രം മനുഷ്യരെ ഉടമ്പടി എടുത്തതിന് ശേഷം ജീവിതം പുനഃക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അവർ ദൈവവുമായിട്ടുള്ള ആ ബന്ധങ്ങൾ കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ളതെല്ലാം അഡീഷണൽ ഗ്രേസ് പോലെ ചേർത്ത് നൽകുകയാണ്. നമ്മൾ പക്ഷേ ജനങ്ങൾ ദൈവമായിട്ട് അനുരഞ്ജനപ്പെടുത്തുന്നതിന് പകരം നമ്മൾ ജനങ്ങൾ ഭൗതികമായ സുസ്ഥിതിയിലും വികസനത്തിലും വളർന്നു വരണമെന്ന് പ്രഥമമായ ഒരു പ്രയോറിറ്റി വന്ന് ഇത് തെറ്റാണെന്ന് പറഞ്ഞില്ല, പക്ഷേ പ്രയോറിറ്റി വന്ന പ്രശ്നമാണ്. സഭ ബേസിക്കായിട്ട് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് ഒരു ദുരിതാശ്വാസ ക്യാമ്പ് നടത്താൻ വേണ്ടിയല്ല. ഇറ്റ്സ് വെരി ക്ലിയർ. അങ്ങനെ ആരോ ധരിച്ചിട്ടാണ് മനുഷ്യൻ വട്ടവും നീളം പായണത്. നമ്മളുടെ സഭയുടെ ചില പരാക്രമങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഏതാണ്ട് ദുരിതാശ്വാസ ക്യാമ്പ് നടത്താൻ വേണ്ടിയാണ് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതെന്ന്. ദുരിതാശ്വാസ ക്യാമ്പ് നടത്തേണ്ടെന്നല്ല ഞാൻ പറയണത്. സുനാമി വന്നപ്പോൾ ഈ ജില്ലയിൽ ആദ്യത്തെ ദുരിതാശ്വാസ ക്യാമ്പ് നടത്തിയ ആൾ ഞാനാണ്. 87 മുതൽ കടലോര ജനതയെ പുനരധിവസിപ്പിക്കുകയും എൻ്റെ വെള്ളലോഹരി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആദ്യകാലങ്ങളിൽ. ഒരു ദുരിതാശ്വാസ ക്യാമ്പ് നടത്തിയപ്പോൾ അവിടെ കഞ്ഞി വെക്കാൻ വിറകില്ലാത്തപ്പോൾ വിറക് വാങ്ങിക്കാൻ പോയ കൂട്ടത്തിൽ ഞാനും പോയി. അളന്ന് കിട്ടിയ എടുത്തു തന്ന വിറക് എൻ്റെ കൂടെ വന്ന ആൾക്കാരുടെ ഒപ്പം അവർക്ക് താങ്ങാൻ കൂടുതലായപ്പോൾ ഞാൻ ആ വിറകെടുത്ത്, റബ്ബർ വിറകാണ്, അതിന് കീലും റബ്ബറും ഒക്കെ ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കുകയാണ്. അത് എൻ്റെ ആരോഗ്യക്കുറവ് കാരണം ഞാൻ ആ വിറക് 10 കിലോനാ പറ്റുള്ളൂ എൻ്റെ നെഞ്ചത്തിങ്ങനെ നെഞ്ചു താങ്ങി എടുത്ത് അതോടെ എൻ്റെ വെള്ളലോഹ റബ്ബർ കറയായിപ്പോയി. അപ്പോഴാണ് എനിക്ക് ലോഹം മാറണമെന്നുള്ള, ജനങ്ങളുടെ കൂടെ ജീവിക്കണമെങ്കിൽ ലോഹം മാറണമെന്നുള്ള ചിന്ത വന്നത്. ഇതെല്ലാം ഞാൻ കർത്താവിൻ്റെ പുറകിൽ നിന്ന് പറയണതാണ്. കർത്താവിനറിയാവുന്ന സത്യങ്ങളാണ്, അല്ല വേറെ ഒരു വിളിയും കൊണ്ട് ലോഹം മാറിയതല്ല. സന്യസിച്ചേക്കാം, സന്യസ്ത ജീവിതമാണ്, അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. ചില ആൾക്കാർ എന്നോട് പറഞ്ഞ കാവി വസ്ത്രമാണല്ലോ, എന്നിട്ട് കുടവേറുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. എന്ന് വെച്ചാൽ ഉപവാസമൊന്നുമില്ല, ഞാൻ ഇരുന്നിരുന്ന് കുടവേറാതെ ഞാൻ എന്ത് ചെയ്യാനാ. പക്ഷേ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആദ്യം ലോഹം മാറാനുള്ള കാരണം ഇതാണ്. ഇപ്പം റിലീഫ് ക്യാമ്പുകൾ അടിസ്ഥാനമായിട്ട് തന്നെ അതൊന്നും മാറ്റമില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഇത് പ്രയോറിറ്റി അല്ല. പ്രയോറിറ്റി എന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതാണ്. അവരെ കണ്ടപ്പോൾ അവരുടെ മുഖത്ത് നോക്കി ചോദിച്ചു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചില്ലേ എന്ന്. അത് അവരുടെ മുഖത്ത് നോക്കുമ്പോൾ അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചില്ല എന്ന് തോന്നണം അപ്പോസ്തലനെ. എന്നെപ്പോലുള്ള പ്രവർത്തകർക്ക് അത് തോന്നണം. അത് തോന്നിയില്ലെങ്കിൽ എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അല്ല സഭയ്ക്ക് കുഴപ്പമുണ്ടെന്നല്ല, എനിക്കെന്തോ കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് ഭൗതിക വിഷയങ്ങളുടെ വിഭവങ്ങളുടെ പോരായ്മയെക്കുറിച്ച് ഞാൻ അമിതമായിട്ട് ആശങ്കപ്പെടുന്നത്. ദൈവജനത്തിനുള്ള ഭൗതിക വിഷയങ്ങളുടെ പോരായ്മയെക്കുറിച്ച് ഒരു ഇടയന അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ളവർ ആശങ്കപ്പെട്ടാൽ അതിൻ്റെ അർത്ഥം എന്നിൽ പരിശുദ്ധാത്മാവ് വളരെ ലോലമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം. ഇത് സഭയുടെ അനേകം വൈദികർക്ക് ഇതുണ്ടെങ്കിൽ സഭയുടെ അവസ്ഥയും അത്രയും ഒരു വെന്റിലേറ്ററിലാണെന്ന അർത്ഥം.
എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റക്ക് ജീവിക്കാനാണ് ദൈവം നമ്മളെ യേശുക്രിസ്തുവിനെ പോലും പഠിപ്പിച്ചത്. അല്ലാതെ കൂട്ടമായി ജീവിക്കാനല്ല. കൂട്ടമായി പ്രാർത്ഥിക്കാം. ജീവിക്കണത് അവനവൻ്റെ ജീവിതം ഒറ്റക്ക് ജീവിക്കണമെന്ന്. ഈ പരിശുദ്ധാത്മാവിനെ സംരംഭമാക്കുന്നതിൻ്റെ പിന്നിലുള്ള അടിസ്ഥാനമായ ദൈവിക മനസ്സെന്താണ്? യു മസ്റ്റ് ലിവ് അലോൺ വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ജീസസ്. കർത്താവിൻ്റെ ആത്മാവിൻ്റെ കൂടെ ഒറ്റക്ക് ജീവിക്കണം. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങളെല്ലാവരും എന്നെ വിട്ടു പോകുന്ന കാലം വരും, എങ്കിലും ഞാൻ ഏകനല്ല, പിതാവ് എന്നോട് കൂടെ ഉണ്ടെന്ന് ഈശോ പറഞ്ഞത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ആഴമേറിയ പ്രബോധനത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമെന്നത് ആത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ച് ഒറ്റയ്ക്ക് ജീവിക്കാൻ, വിശ്വസ്തയോടെ ജീവിക്കാൻ, കർത്താവിനോടൊത്ത് ജീവിക്കാൻ, കർത്താവേ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഓരോ മക്കളെയും അങ്ങ് പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടുന്ന നന്ദി പറയുന്നു. ഉടമ്പടിയിൽ നിയോഗസ്ഥർ മക്കളെ ആശീർവദിക്കുന്ന നന്ദി പറയുന്നു. യേശുവേ ആരാധന. ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. സഭയ്ക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. പരിശുദ്ധാത്മാവ് പ്രൈമറി എൻഡായി അവൻ്റെ ജീവിത ലക്ഷ്യമാകണമെന്നൊക്കെ പറയാൻ കാരണം ഈ ഒറ്റക്ക് ജീവിക്കാൻ, ഒറ്റക്ക് സാക്ഷ്യം വഹിക്കാനുള്ള ഒരു വലിയ സാധ്യത മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം കണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ എത്ര ആരൊക്കെ ഉണ്ട്, പള്ളിയുണ്ട്, പാർട്ടിയുണ്ട്, പറമ്പുണ്ട്, പൊന്നുണ്ട്, സഭയുണ്ട്, എന്നൊക്കെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും വി ഹാവ് ടു ലിവ് അവർ ലൈഫ്. നമുക്ക് നമ്മുടെ ജീവിതം ജീവിച്ച് തീർക്കുമ്പോൾ നമ്മൾ മിക്കവാറും കരിയുമ്പോൾ വിരകാൻ കയ്യിലെന്ന് പറഞ്ഞ പോലെ ചില ആൾക്കാർ പറയുകയെ കരിയുമ്പോൾ വിരകാൻ കയ്യിലെന്ന്. അപ്പോഴും ഞാൻ പറയും, കയ്യിലും കരിഞ്ഞാൽ എന്ത് ചെയ്യും? കരിയുമ്പോൾ വിരകാൻ കർത്താവ് മാത്രം. അതാണ് എൻ്റെ സംഭവം. ജീവിതം കരിയുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരൊക്കെ നമ്മൾ കൈസഹായം നൽകും, അവർ കയ്യിലായി പ്രവർത്തിക്കും. പക്ഷെ കയ്യിലും കരിയണ ഒരു സമയമുണ്ടാകും. അപ്പോഴെന്താണ്? കരിയുമ്പോൾ വിരകാൻ കർത്താവ്, നമ്മുടെ ജീവിതം കരിയുമ്പോൾ വിരകാൻ കർത്താവ് മാത്രം. ഇങ്ങനെ ആ ഒരു നിമിഷം നോക്കി പാർത്തുകൊണ്ടാണ് ഈശോ പറയണത്, എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമെന്ന് പറയണത്. അപ്പോഴീ ഒറ്റക്ക് ആയിപ്പോകുന്നൊരു സമയം സാക്ഷ്യം വഹിക്കാൻ അങ്ങനെ ഒരു മനുഷ്യൻ റെഡ്യൂസ് ഇൻറ്റു സീറോ മൈനസ് എന്ന് ഞാൻ ഇടയ്ക്ക് പറയും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോഴും നിലനിന്നുകൊണ്ട് ഞാൻ പലപ്പോഴും പരിശുദ്ധ അമ്മയെ അവലംബിക്കാനുള്ള കാരണം മേരി മഗ്ദലിനെയും അതുപോലെ കുസായുടെ ഭാര്യ മറിയത്തെയും അതുപോലെ തന്നെ യോഹന്നാൻ്റെ യാക്കോബിൻ്റെ അമ്മയായ സലൂമിയെയും അങ്ങനെ കുറേ സ്ത്രീജനങ്ങളെ യോഹന്നാനെ ഉൾപ്പെടെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കാൻ സഹായിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ കുരിശിൻ്റെ ചുവട്ടിലെ അമ്മയെ വിലയിരുത്തണത്. കുറേ ആൾക്കാർക്ക് അവരുടെ ജീവിതം ജീവിച്ചു തീർക്കാൻ ഉള്ള ഒരു ഉൾപ്രേരണയായി അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നു. അമ്മ നിന്നതുകൊണ്ടാണ് മേരി മാഗ്ഡലിൻ കൂടെ നിന്നത്. അമ്മ നിന്നത് കൊണ്ടാണ് സലൂബി നിന്നത്. അമ്മ നിന്നുകൊണ്ടാണ് കുസായുടെ ഭാര്യ മറിയം നിന്നത്. അങ്ങനെ അവിടെ എല്ലാ സ്ത്രീകളും യോഹന്നാൻ ഉൾപ്പെടെയുള്ളത് അമ്മയിൽ പ്രവർത്തിച്ച ആത്മാവിൻ്റെ ഫലങ്ങളിൽ കൊടുത്തിരിക്കുന്ന ആത്മധൈര്യത്തിൻ്റെ അടയാളമാണ് കുരിശിൻ്റെ ചുവട്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പരിശുദ്ധ അമ്മയിൽ വർഷിച്ച ആത്മാവിന്റെ ശക്തിയാ അമ്മ കുരിശിന്റെ ചുവട്ടിലെ ഒറ്റക്ക് നിൽക്കുകയും മറ്റുള്ളവരെ നിൽക്കുന്നതിനാവശ്യമായ ആത്മാവിന്റെ ആത്മധൈര്യത്താൽ അഭിഷേകം ചെയ്തതുപോലെ ഞങ്ങളെയും അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ,
കൃപാസനത്തിൽ പ്രത്യക്ഷയായ വാഗ്ദാന പേടകമേ, അമ്മ നിന്ന പോലെ ആത്മാവിന്റെ അഭിഷേകം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കൾക്കും നൽകണമേ. തിരുസഭയ്ക്ക് മുഴുവനായിട്ട് നൽകണമേ. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് നൽകണമേ.